ഹലോ ഫ്രണ്ട്സ്, ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഫോണിലുള്ള ഒരു മെയിൻ പ്രശ്നമാണ് ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടാക്റ്റ്. അറിയാതെ തന്നെ അതിങ്ങനെ കുറേ ഉണ്ടാവും. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടാക്റ്റ് എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനായി നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ സഹായമുണ്ട്. ആപ്ലിക്കേഷൻ്റെ പേരാണ് ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടാക്റ്റർ. അതിന് മുമ്പ് നമുക്ക് കുറേ ഇങ്ങനെ വരാനുള്ള കാരണം നമ്മൾ കൈ തട്ടിയിട്ടോ അല്ലെങ്കിൽ അറിയാതെയോ നമ്മളോട് കുറേ സേവ് ചെയ്ത് പോയിട്ടുണ്ടാവാം. അപ്പം അതെങ്ങനെ ഡിലീറ്റ് ഓട്ടോമാറ്റിക് ചെയ്യാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അതിനായി നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടാക്റ്റ് നമുക്കൊന്ന് ഓൺ ചെയ്യാം, അഥവാ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത ശേഷം നോട്ടീസ് ഫൗണ്ട് 3 ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടാക്റ്റ്. എൻ്റെ ഇതിൽ 3 ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടാക്റ്റുകൾ ഉണ്ട് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം അവിടെ ഞാൻ ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. ശേഷം ഇവിടെ ഡിലീറ്റ് എന്ന ഓപ്ഷനിൽ യെസ് കൊടുത്തു. അപ്പം ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടാക്റ്റുകൾ ഡിലീറ്റ് ആയതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിൽ പുതിയ കുറേ ഫീച്ചറുകളും ഉണ്ട്. അപ്പം ഫോണിലെ കോണ്ടാക്റ്റ് എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യാനായി സാധിക്കും. അതിന് നമ്മൾ സെറ്റിങ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പം എക്സ്പോർട്ട് ഓൾ കോണ്ടാക്റ്റ് എന്നതിൽ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ബാക്കപ്പ് ചെയ്യാനായി സാധിക്കും. ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കാനായി സാധിക്കും. അതിന് സ്റ്റാർട്ട് ബാക്കപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഇതിൻ്റെ തീം, അഥവാ ഇതിപ്പം ഡാർക്കിലാണുള്ളത്, അത് നമുക്ക് ലൈറ്റിലാക്കാം. അങ്ങനെ തീം മാറ്റാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൽ നമുക്ക് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട്, അഥവാ ട്രൂ കോളർ, ഫോണ്, വാട്സപ്പ് അതിലൊക്കെ സെൻഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. പിന്നെ അതിലൊക്കെ സേവ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതിൽ ഇമ്പോർട്ടും എക്സ്പോർട്ടൊക്കെ ചെയ്യുമ്പോൾ ഫോണിൽ PDF ആയിട്ടും VCF ആയിട്ടൊക്കെ സേവ് ചെയ്യാനായി സാധിക്കും. പിന്നെ ഇമെയിൽ അഡ്രസ്സിലേക്ക് കോണ്ടാക്റ്റുകൾ ഷെയർ ചെയ്യാനും സാധിക്കും. ഇത് ഏവർക്കും വലിയൊരു ഉപകാരപ്പെട്ടേക്കാം എന്ന് നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.